ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ലഡുവാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഒട്ടനവധി പ്രശ്നങ്ങൾക്ക്, അസുഖങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 1/4 കപ്പ് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ സീഡ്, 1/4 കപ്പ് പംകിൻ സീഡ്, 1/4 കപ്പ് കാഷ്യൂ, 1/2 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് ബദാം. ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരമൊന്നും ഇട്ട് വറക്കണ്ട. ഇതിനെ ഒന്ന് ചൂടായി വരണം, അത്രയും മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 2 മിനിറ്റ് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഇതിലെ ആ എള്ളൊക്കെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. പംകിൻ സീഡ് അതൊക്കെ ചെറുതായിട്ട് പൊട്ടി വരുന്ന ആ ഒരു സൗണ്ട് കേൾക്കാം നമുക്ക്. അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എള്ളൊക്കെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു പിടി തേങ്ങ. അതൊന്ന് ചൂടാക്കി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അതിൻ്റെ ആ ഒരു നനവൊക്കെ ഒന്ന് മാറി വരണം. മൂത്തൊന്നും പോകണ്ട. നനവൊന്ന് മാറി വന്ന ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടി ഒരു 3-4 ഏലക്ക അതിൻ്റെ കുരുവും കൂടി ചേർത്ത് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഈ നന്നായിട്ട് പൊടിക്കരുത്, ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട. ചെറിയ തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാനുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കര പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ്. ഇതിലേക്ക് അതുപോലെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഒരു നൂൽ പരുവമൊന്നും ആവണ്ട. ഒന്ന് പതഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ചിരുന്ന ആ നട്ട്സും അതിൻ്റെ ആ സീഡ്സും അതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ച ശേഷം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് നേരം സിമ്മിൽ വെച്ച് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് വരും. അത്രയും നേരം നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഇളക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വശങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് അത് വിട്ട് വരികയും ചെയ്യും. ഇത് ഇപ്പോൾ സീഡ്സൊക്കെ ആണല്ലോ, അതിൽ ഓയിൽ കണ്ടൻറ്റ് തന്നെ ഒത്തിരി ഉള്ള സീഡ്സാണ്. ഇപ്പോൾ പംകിൻ സീഡ്സ് ആയാലും സൺഫ്ലവർ സീഡ്, തേങ്ങ, ഇതിൽ നിന്നൊക്കെ ഓയിൽ ഒത്തിരി കാണും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഓയിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ നെയ്യോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രം 1 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ആ ഒരു കയ്യിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂട്, അത്രയും ആ ഒരു ചൂട് എത്തുന്ന സമയം വരെ ഇതൊന്ന് നിരത്തി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ കയ്യിൽ വെച്ച് ഉരുട്ടുന്ന ആ ഒരു ചൂടേ ഇതിലുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ലഡു പോലെ ഉരുട്ടിയെടുക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കയ്യിൽ നെയ്യോ അങ്ങനെ എണ്ണയോ ഒന്നും തേച്ചിട്ടില്ല. ഇതിൽ നിന്നുള്ള ഇതെല്ലാം ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഓയിലി ആയിട്ടിരിക്കും. അതുകൊണ്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. കയ്യിലൊട്ടി പിടിക്കുകയൊന്നുമില്ല. കണ്ടോ, ഒരു നല്ല ലഡുവായിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ആ കയ്യിൽ തന്നെ ആ ഒരു എണ്ണയുടെ അംശം വരുന്നുണ്ട്.
ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 ആഴ്ച വരെ വേണമെങ്കിലും ഇത് പുറത്ത് വെച്ച് നമുക്ക് ദിവസം ഓരോന്ന് വെച്ച് കഴിക്കാം. 10 ദിവസം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ലഡുവാണിത്. ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ അതിനൊക്കെ നല്ല ഒരു പരിഹാരമാണ്. പിന്നെ നമുക്കിപ്പോൾ മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയൊക്കെയുള്ള കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഇതിൽ കൂടെ നമുക്ക് ദിവസം ഓരോന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മാറിക്കിട്ടും. പിന്നെ രക്തക്കുറവ്, ഉള്ളവർക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ലഡു എന്ന് പറയുന്നത്. കാരണം എള്ളൊക്കെ ശരിക്കും അടങ്ങിയിട്ടുണ്ടല്ലോ, എള്ളിലൊക്കെ നല്ല അയൺ കണ്ടൻ്റ് ഉള്ളതാണ്. ദിവസം ഓരോന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ ലഡു എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം. മാക്സിമം ഒരു 10 ദിവസം വരെയൊക്കെ പുറത്തിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.